നമസ്കാരം. ജപ്പാനിലെ മിനാമാത നഗരത്തിൽ 1950കളിൽ അരങ്ങേറിയ മിനാമാത ദുരന്തം ആധുനിക ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ പരിസ്ഥിതി ആരോഗ്യ ദുരന്തങ്ങളിൽ ഒന്നാണ്. വ്യവസായശാലകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ പരിസ്ഥിതിയെയും മനുഷ്യജീവിതത്തെയും എങ്ങനെ തകർക്കുമെന്നതിൻ്റെ വിറപ്പിക്കുന്ന തെളിവാണ് ഈ സംഭവം. മെർക്കുറി വിഷബാധയിലൂടെ ഉണ്ടായ ഈ ദുരന്തം ഒരു നഗരത്തെ മുഴുവൻ വർഷങ്ങളോളം കണ്ണീരിലാഴ്ത്തുകയും ആയിരക്കണക്കിന് ആളുകളുടെ ജീവനും ആരോഗ്യവും കവരുകയും ചെയ്തു. 1956 മിനാമാതയിൽ അജ്ഞാതമായ ഒരു രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. 5 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിക്ക് സംസാരിക്കുവാനും നടക്കുവാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ശരീരം തളർന്നു പോകുകയും ചെയ്തതോടെയാണ് അധികൃതർ ഈ ഗൗരവകരമായ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. താമസിയാതെ സമാനമായ ലക്ഷണങ്ങൾ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. മനുഷ്യർക്ക് മാത്രമല്ല, വളർത്തുമൃഗങ്ങൾക്കും പ്രത്യേകിച്ച് പൂച്ചകൾക്കും ഈ അസുഖം ബാധിച്ചു. പൂച്ചകൾ നിയന്ത്രണമില്ലാതെ ഓടുകയും കടലിൽ ചാവുകയും ചെയ്യുന്ന അസ്വാഭാവികമായ കാഴ്ചകൾ അന്ന് നിത്യസംഭവമായിരുന്നു. പ്രാദേശികമായി ഇതിനെ നൃത്തം ചെയ്യുന്ന പൂച്ചകളുടെ രോഗം എന്നാണ് വിളിച്ചിരുന്നത്. മിനാമാത ഉൾക്കടലിൻ്റെ തീരത്ത് പ്രവർത്തിച്ചിരുന്ന ചിസോ കോർപ്പറേഷൻ എന്ന രാസവസ്തു ഫാക്ടറിയായിരുന്നു ഈ ദുരന്തത്തിൻ്റെ പിന്നിലെ പ്രധാന വില്ലൻ. പ്ലാസ്റ്റിക് നിർമ്മാണത്തിന് ആവശ്യമായ അസൽറ്റാൽഡിഹൈഡ് നിർമ്മിക്കുന്നതിനായി ഈ ഫാക്ടറി മെർക്കുറി ഒരു ഉൽപ്രേരകമായി ഉപയോഗിച്ചിരുന്നു. ഉൽപ്പാദന പ്രക്രിയയ്ക്ക് ശേഷം പുറന്തള്ളുന്ന മലിനജലത്തിൽ വിഷാംശമുള്ള മീഥൈൽ മെർക്കുറി കലർന്നിരുന്നു. 1932 മുതൽ 68 വരെ ഈ ഫാക്ടറി യാതൊരു നിയന്ത്രണവുമില്ലാതെ ടൺ കണക്കിന് മെർക്കുറി മാലിന്യങ്ങൾ കടലിലേക്ക് ഒഴുക്കിവിട്ടു. ഈ വിഷാംശം കടലിലെ മത്സ്യങ്ങളിലും മറ്റ് ജീവികളിലും അടിഞ്ഞുകൂടി. മിനാമാതയിലെ പ്രധാന ആഹാരമായ മത്സ്യങ്ങൾ കഴിച്ചതിലൂടെ ഈ മാരകവിഷം മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുകയും നാഡീവ്യൂഹത്തെ തകർക്കുകയും ചെയ്തു. മെർക്കുറി വിഷബാധയുണ്ടാക്കുന്ന മിനാമാത രോഗം മനുഷ്യൻ്റെ കേന്ദ്ര നാഡീവ്യൂഹത്തെയാണ് നേരിട്ട് ബാധിക്കുന്നത്. രോഗബാധയേറ്റവർക്ക് കൈക്കാലുകളിൽ മരവിപ്പ്, പേശികളിൽ ബലക്കുറവ്, കാഴ്ചക്കുറവ്, കേൾവിക്കുറവ് എന്നിങ്ങനെ അനുഭവപ്പെടുന്നു. ഗുരുതരമായ സാഹചര്യങ്ങളിൽ രോഗികൾ കോമയിലാവുകയും മരണം സംഭവിക്കുകയും ചെയ്യും. ഈ ദുരന്തത്തിലെ ഏറ്റവും വേദനാജനകമായ വശം ജന്മനായുള്ള മിനാമാത രോഗമാണ്. മെർക്കുറി കലർന്ന മത്സ്യം കഴിച്ച ഗർഭിണികളായ സ്ത്രീകളുടെ കുട്ടികൾ ജന്മനാ തന്നെ ബുദ്ധിമാന്ദ്യവും ശാരീരിക വൈകല്യവുമുള്ളവരായി ജനിച്ചു. ഇത് വരും തലമുറകളെപ്പോലും ഈ ദുരന്തം ബാധിക്കുമെന്ന് ലോകത്തിന് കാട്ടിക്കൊടുത്തു. ദുരന്തത്തിൻ്റെ കാരണം കണ്ടെത്തുവാൻ പിന്നെയും വർഷങ്ങളെടുത്തു. ചിസോ കോർപ്പറേഷൻ തങ്ങളുടെ തെറ്റ് സമ്മതിക്കുവാൻ ആദ്യം വിസമ്മതിച്ചു എങ്കിലും ജനങ്ങളുടെ ശക്തമായ പോരാട്ടത്തിനൊടുവിൽ അവർക്ക് വലിയ നഷ്ടപരിഹാരം നൽകേണ്ടി വന്നു. 2000-ലധികം ആളുകൾ ഔദ്യോഗികമായി ഈ രോഗബാധിതരായി സ്ഥിരീകരിക്കപ്പെട്ടുവെങ്കിലും 10,000-കണക്കിന് ആളുകൾ ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിച്ചു. ഈ ദുരന്തം പരിസ്ഥിതി നിയമങ്ങൾ കർശനമാക്കുന്നതിലേക്ക് ലോകരാഷ്ട്രങ്ങളെ നയിച്ചു. ഇതിൻ്റെ ഭാഗമായാണ് 2013 മെർക്കുറിയുടെ ദൂഷ്യഫലങ്ങൾ തടയുന്നതിനായി ആഗോളതലത്തിൽ മിനാമാത ഉടമ്പടി നിലവിൽ വന്നത്. മിനാമാത ദുരന്തം മനുഷ്യരാശിക്കൊരു വലിയ പാഠമാണ് നൽകുന്നത്. പ്രകൃതിയെ മറന്നുകൊണ്ടുള്ള വ്യാവസായിക വികസനം മനുഷ്യൻ്റെ തന്നെ നാശത്തിന് കാരണമാകുമെന്ന് ഈ ദുരന്തം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ശുദ്ധവായുവും വെള്ളവും ഭക്ഷണവും സംരക്ഷിക്കേണ്ടത് വരും തലമുറയുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന സന്ദേശമാണ് മിനാമാതയുടെ കറുത്ത ചരിത്രം നമുക്ക് നൽകുന്നത്. വെബ് ഡെസ്ക് തത്വമൈ TV.